ഹലോ, ഇന്നൊരു ചെറിയ വലിയ വ്ളോഗാണ്. ഇന്ന് നമ്മൾ ഒന്ന് വയനാട് വരെ പോവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വ്ളോഗിലുള്ളത്. ഞാൻ കൂടുതൽ പറയുന്നില്ല, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇന്നത്തെ ഡേ വാസ് വെരി സ്പെഷ്യൽ ആയിരുന്നു. കാര്യം വരുന്നല്ല, ഇന്ന് ഫോർ ദ ഫസ്റ്റ് ടൈം നമ്മൾ കോളേജിൽ നിന്ന് ഒരു ട്രിപ്പ് പോവാണ്. അത്ര വലിയ സംഭവം ഒന്നല്ല എന്നുണ്ടെങ്കിലും ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും സൂപ്പർ എക്സൈറ്റഡ് ആണ്. പിന്നെ മാത്രമല്ല, ഡിപ്പാർട്ട്മെന്റ് വൈസ് ഒന്നുമല്ല, എല്ലാ ഫസ്റ്റ് ഇയേഴ്സിനും വരാൻ പറ്റുന്ന ഒരു ട്രിപ്പ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോസ്റ്റൽ, നമ്മുടെ റൂംമേറ്റ്സും എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഒരു ഫസ്റ്റ് ട്രിപ്പ്. അപ്പോൾ ഞങ്ങൾ ഒരു ഉച്ചക്കാട്ടോ പോകുന്നത്. അപ്പോൾ 12 മണി ആവുന്നതിന്റെ മുന്നേ തന്നെ എല്ലാവരോടും റെഡി ആയിട്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ഡേയ്സിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് സാറ്റർഡേ ഉച്ചക്ക്, എന്നിട്ട് നമ്മളൊരു സൺഡേ ഈവനിങ് ആകുമ്പോഴത്തേന് ഇൻഷാല്ല തിരിച്ചെത്താൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ആസ് യൂഷ്വൽ നമ്മൾ എപ്പോൾ ട്രിപ്പ് പോവുകയാണെങ്കിലും എന്തായാലും ലേറ്റ് ആവും. അപ്പം ഞങ്ങൾ ഏതായാലും ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ ഓപ്പൺ എയറിലേക്കാണ് പോയത്. അവിടുന്ന് പിന്നെ ഏത് ബസ്സിലാണ് കയറേണ്ടത്, അങ്ങനെ ഞങ്ങളെ എണ്ണവും കണക്കും ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നേരെ ബസ്സിലേക്ക് വന്നു. അങ്ങനെ ബസ്സിലേക്ക് എല്ലാവരും എത്തി. ബസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഒരു 2-2:15 ആയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കാരണം റോഡ് ട്രിപ്പ് ആകുമ്പോൾ റോഡ് മാത്രമല്ലേ കാണാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വയനാട്ടിലെത്തിയതിനു ശേഷം, നമ്മുടെ റിസോർട്ടിലെത്തിയതിനു ശേഷം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്തിയപ്പോഴേക്കും ഒരു 6-6:15 അങ്ങനെ ആയിട്ടുണ്ട് തോന്നുന്നു. നമ്മൾ എത്തിയപ്പോഴേക്കും ബാക്കിയുള്ള ബസ്സുകാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കാര്യം നമ്മുടെ ബസ്സിന് ചെറിയൊരു പ്രോബ്ലം വന്നപ്പോൾ അങ്ങനെ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതായാലും റിസോർട്ടിലെത്തിയതിനു ശേഷം നമ്മൾ നേരെ ഊഞ്ഞാലാടാൻ പോയിട്ടു. അവിടെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ കളിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കണ്ടാൽ പിന്നെ അവിടെ നിൽക്കൂലല്ലോ. അങ്ങനെ അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. അങ്ങനെ നമ്മൾ എത്തിയേക്കിന് തന്നെ നമുക്ക് ചായയും കടയൊക്കെ തന്നു. അതിനുശേഷം പിന്നെ നമുക്ക് ചെറിയൊരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ കൂടുതലായിട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം നമ്മൾ ബാക്കിയുള്ളവരുടെ പ്രൈവസിയും കൂടെ നോക്കണല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അങ്ങനെ പൊറാട്ടയും ചിക്കനൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് പാടുന്ന കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂട്ടത്തിൽ. അങ്ങനെ ഏതായാലും നല്ല സുഖമുള്ള ഒരു തണുപ്പും നല്ല അടിപൊളിയായിട്ടുള്ള മെലഡിയസ് ആയിട്ടുള്ള സോങ്സും, പിന്നെ നമ്മുടെ തണുപ്പിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു ക്യാമ്പ് ഫയറും, പിന്നെ കുറേ ഗെയിംസും ഫ്രണ്ട്സും എല്ലാവരും കൂടെ ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള രാത്രി തന്നെയായിരുന്നു കേട്ടോ അന്നത്തെ രാത്രി. പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ നമുക്കൊരു മല കയറാൻ പോകണമെന്ന് പറഞ്ഞിട്ട് സുബഹിക്ക് 4-4:45 തന്നെ ഓരോരുത്തർ എണീറ്റിരുന്നിട്ടുണ്ട്. ഓരോരുത്തരെന്ന് പറയാൻ പറ്റൂല, കൂട്ടത്തിൽ ഞാനും ഒന്ന് എണീറ്റിട്ടുണ്ട്. അങ്ങനെ ഏതായാലും ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയതിന് ശേഷം നമ്മൾ നേരെ പോയത് ഒരു മലമുകളിലേക്കാണ്. അപ്പോൾ മലയുടെ പേരൊന്നും എനിക്ക് വല്ലാതെ അങ്ങോട്ട് ഓർമ്മയില്ല. കുറേ സമയം നടക്കാനുണ്ടായിരുന്നു, ഒരു 2 കിലോമീറ്റർ എങ്ങാനോ നടക്കാനുണ്ടായിരുന്നു. പക്ഷേ ഫ്രണ്ട്സൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അതൊന്നും അറിയാൻ പറ്റൂല എന്ന് പറയുന്നത് കുറച്ച് സത്യം തന്നെയാണ്. കുറച്ച് മാത്രം കേട്ടോ, കാരണം ആരുണ്ടായാലും കുറേ സമയം നടക്കാന്ന് പറയുമ്പോൾ നമ്മുടെ കാലം കൊണ്ട് തന്നെ നടക്കണമല്ലോ. പക്ഷേ സ്റ്റിൽ വി എൻജോയ്ഡ് ഇറ്റ്. അങ്ങനെ ഏതായാലും വളരെ നീണ്ടൊരു നടത്തത്തിന് ശേഷം നമ്മൾ മലമുകളിൽ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയ ഉടനെ തന്നെ നേരെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി. അങ്ങനെ അവിടുന്ന് ബന്നും പാൽ കേക്കും ഒക്കെ കഴിച്ചു. അതിനുശേഷം പിന്നെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു. കുറച്ച് കൂടുതൽ നേരം നമ്മളെല്ലാവരും അവിടെ നിന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ മല ഇറങ്ങാൻ തുടങ്ങി. അത് പിന്നെ കുറച്ചും കൂടെ സുഖമായിരുന്നു കേട്ടോ, കാരണം ഇറങ്ങിയാൽ പോരെ. അവിടെ നിന്ന് ഞാൻ കുറേ ഓൺ വോയിസിൽ വ്ളോഗൊക്കെ എടുക്കാൻ നോക്കി, പക്ഷേ എന്തോ അങ്ങോട്ട് ഒത്തില്ല. അങ്ങനെ ഏതായാലും നമ്മൾ മല ഇറങ്ങി പകുതി ആയപ്പോൾ തന്നെ ഒരു കട കണ്ടു. കട കണ്ടാൽ പിന്നെ നമ്മൾ അവിടെ സ്റ്റക്കായി പോകും. അവിടെ നിന്ന് പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ നമ്മുടെ മലയിറക്കം കണ്ടിന്യൂ ചെയ്തത്. പിന്നെ താഴെ എത്തിയപ്പോൾ അവിടെയും ഒരു കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ഹൈഡ്രേറ്റഡ് ഒക്കെ ആയതിനു ശേഷം നമ്മൾ ബസ്സിൽ കയറി. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ റിസോർട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തി. പിന്നെ ഇന്നലെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഇന്നലെ കിടന്നിട്ടുണ്ടായത് ടെൻറ്റിലിരുന്നു കേട്ടോ. മൈ ഫേസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇന്ത്യയിൽ മാത്രമല്ല, ഞങ്ങളുടെ പകുതി പേരുടെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ടെൻറ്റിലുള്ള ഉറക്കം. അങ്ങനെ പിന്നെ നമ്മൾ റിസോർട്ടിലെത്തിയതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അതിനുശേഷം പിന്നെ ഉച്ചക്ക് നമുക്ക് ബിരിയാണി ആയിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. പക്ഷേ എനിക്കെന്തോ ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഭയങ്കര റിഗ്രഷൻ ഉണ്ടായിരുന്നു പിന്നെ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോയപ്പോൾ. അങ്ങനെ ഏതായാലും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാനായിട്ട് പോവാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും കൂടെ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനും പറ്റിയിട്ടില്ല. പിന്നെ മാത്രമല്ല, എല്ലാതും നമ്മൾ പബ്ലിക്കാക്കുമ്പോൾ അത് പ്രശ്നമില്ല. എന്തായാലും നമ്മളങ്ങനെ ഇന്നത്തെ ഒരു പെട്രിക്കോർ ക്യാമ്പ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അങ്ങനെ ക്യാമ്പിന് പോകണം എന്ന് പറഞ്ഞിരുന്നിട്ട് ആ ഒരു ക്യാമ്പ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും ഇതുപോലത്തെ ട്രിപ്പൊന്നും കിട്ടൂല. ഇനി നമ്മൾ ഡിപ്പാർട്ട്മെന്റ് വൈസ് അല്ലേ പോകും. അങ്ങനെ ഏതായാലും ഒരു 7-7:15 ആയപ്പോഴേക്കും നമ്മൾ ഹോസ്റ്റലിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. സോ ഗൈസ്, ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. പിന്നെ എല്ലാവരുടെ ഇടയിൽ നിന്നും കൂടെ ഒരു വ്ളോഗ് എടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം കേട്ടോ. ഭയങ്കര ഷൈ ആയിരുന്നു. ഇനി അതൊക്കെ ഒന്ന് യൂസ്ഡ് ആയിട്ട് വരണം. അപ്പോൾ എന്തായാലും നല്ലൊരു വ്ളോഗായിട്ട് വരാം കേട്ടോ. ബൈ.